ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ലൈഫിൽ ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിയണമെന്നില്ല, കാരണം അവസാനം ഇതെല്ലാം കൂടെ അരച്ചെടുക്കേണ്ടതാണ്. നാല് ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 നട്ട്സും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് 3 നന്നായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സവാളയും തക്കാളിയും എല്ലാം വഴറ്റാൻ ഉപയോഗിച്ച അതേ പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ലോയിലാണ് വെച്ചേക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഈ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് എല്ലാം നന്നായിട്ട് മാറി നന്നായിട്ട് മൂത്ത് വരണം. മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാള തക്കാളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 200 ഗ്രാം പനീറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.